ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ കി അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിക്കേണ്ടത്, സിലബസ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ക്രാക്ക് ചെയ്തത് അല്ലേ? സോ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നായിരുന്നു. ഈ ഒരു ഫിഗർ അല്ലേ, ഈ ഒരു ഫിഗർ എന്താണെന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചത്. സോ പലരും ഗൂഗിൾ ചെയ്തപ്പോ 1930 പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതായിട്ട് കാണും. അത് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് കാണും പലരും. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ? ലോകം മുഴുവനും പിടിച്ചു കുലുക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്ലാക്ക് ഇൻസിഡന്റ് എന്നറിയപ്പെടുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഗ്രേറ്റ് ഡിപ്രഷൻ. സോ ഇതിന്റെ കൂട്ടിച്ചേർത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 1930 ഒരു പ്രത്യേകതയുണ്ട്. ഇതിനു മുമ്പ് വരെ പ്രോമിനന്റ് ആയി നിന്ന സ്കൂൾ ഓഫ് തോട്ട് ഏതായിരുന്നു? ക്ലാസിക്കൽസിന്റെ മൈക്രോ. നിങ്ങൾ മൈക്രോ പഠിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മൈക്രോയിൽ എന്തൊക്കെയാ പഠിക്കുന്ന? മൈക്രോയിൽ നിങ്ങൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, പ്രൊഡ്യൂസറിന്റെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, എക്കോണമി, മാർക്കറ്റുകൾ പഠിക്കുന്നുണ്ട്, മാർക്കറ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതെന്ന് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അസിമെട്രിക് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ മൈക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മാത്രം സ്റ്റഡി നടന്നത് 1930 വരെയാണ്. ഇതിനുശേഷം നമുക്ക് വരുന്നത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണ്. എന്താണ് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്? ഈ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രത്യേകത എന്താണ്? അവര് എന്ന് പറഞ്ഞാൽ ജെ.എം. കെയ്ൻസിനെ തന്നെ ആലോചിച്ചാൽ മതി. അവരാണ് മാക്രോ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നോക്കിക്കണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, 1930 എന്ന് പറയുന്ന വർഷം വാസ് എ ടേണിംഗ് പോയിന്റ്. ആ ഒരു പീരീഡ്, ആ ഒരു കാലഘട്ടം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മുടെ പഠനം മൈക്രോയിൽ നിന്ന് മാക്രോയിലോട്ട് മാറിയത് ഏത് സമയത്താണ്? ഈ ഒരു പീരീഡിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിക്കൽസ് എങ്ങനെ എക്കോണമിയെ നോക്കിക്കണ്ടു, കെയ്നീഷ്യൻസ് എങ്ങനെ എക്കോണമിയെ നോക്കിക്കണ്ടു എന്ന് പഠിക്കും. ആ ഒരു നോക്കിക്കണ്ട പേഴ്സ്പെക്റ്റീവ് മാറുന്നതും ഈ ഒരു സമയത്താണ്. എന്ന് പറഞ്ഞ് മൈക്രോ ഇല്ലാതായി പോകുന്നതല്ല, മൈക്രോയും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തത് എന്താണ്? ഈ മാക്രോ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാൻ അന്നേരം നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ വളരെ സിമ്പിൾ ആണ്. ആദം സ്മിത്ത് ആണ്. ആരാണ്? ആദം സ്മിത്ത്. ഈ ആദം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു PSC എക്സാമിനാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫാക്ട് കിട്ടിയാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. സോ ആദം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ആദം സ്മിത്തിന്റെ ഒരു വർക്ക് ഉണ്ട്. എന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ്. എന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ്, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് കറക്റ്റ് നെയിം. എന്താണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഈ വർക്കാണ് അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് വരെ എക്കണോമിക്സ് വളരെ സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കുറെ കഥയൊക്കെ പറയുന്നു. ഓക്കെ, അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു സ്ട്രക്ചേർഡ് സബ്ജക്റ്റ് ആയി മാറിയത് എപ്പോഴാണ്? ഈ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാണ്. ആ ബുക്ക് എഴുതിയ വർഷം എന്താണ്? 1776. പഠിക്കാൻ സിമ്പിൾ അല്ലേ? 1776, 27 അത് കഴിഞ്ഞിട്ട് 6, 1776. സോ 1776 ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന വർക്ക് എഴുതിയത്. അദ്ദേഹത്തിന്റെ മാഗ്നോപ്പസ് ആണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്താന്ന് എക്കണോമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ ആണ്. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത് വെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. സോ അത് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ വേറെ വർക്ക്സ് നമ്മൾ നോക്കണം. തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. ഇത് നമുക്ക് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്, എന്നാലും നമ്മൾ നോക്കുവാണ്. അദ്ദേഹത്തിന്റെ വേറൊരു വർക്കിന്റെ പേരെന്താണ്? തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. അദ്ദേഹത്തിന്റെ വേറൊരു വർക്കിന്റെ പേരാണ് അത് എക്കണോമിക്സ് അല്ല, ഫിലോസഫിയെ കുറിച്ചിട്ടുള്ളതാണ്. തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. ഇത് തീർന്നോ? ഇദ്ദേഹം ഒരു ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ ആളാന്ന് ഞാൻ പറഞ്ഞു. സോ ഇദ്ദേഹത്തിന്റെ കുറെ ഐഡിയാസ് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്തൊക്കെയായിരിക്കും? നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദം സ്മിത്തിനെ വിളിക്കുന്ന വേറൊരു പേര് ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. ഫാദർ ഓഫ് ക്യാപിറ്റലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നവർ ആരാണ്? ആദം സ്മിത്ത് ആണ്. കാരണം എന്താണെന്നറിയാം? അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്കോണമിയെ ഫ്രീ ആയിട്ട് വിടുക.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടാണ് ലേസസ് ഫെയർ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ വരുന്നത്. എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ബി എന്ന് പറഞ്ഞാൽ എക്കോണമി തന്നെ അങ്ങ് വർക്ക് ചെയ്യട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട. എക്കോണമി എന്താണ്? തന്നെ അങ്ങ് വർക്ക് ചെയ്യട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഐഡിയ ആണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കൂ. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയയില് ലെറ്റ് ദം ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ആദം സ്മിത്ത് പറഞ്ഞു എല്ലാ വ്യക്തികളും അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ എക്കോണമി എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും. ആ ലോജിക്ക് മനസ്സിലായോ? എല്ലാ വ്യക്തികളും എക്കോണമി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ആ എക്കോണമിയെ നല്ല രീതിയിൽ എല്ലാ എക്കോണമിയിലെയും എല്ലാ വ്യക്തികളും അവർക്ക് ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്കോണമി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഡിവിഷൻ ഓഫ് ലേബർ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു ജോലി ചെയ്യുന്നതിന് പകരം ഒരു ഫുൾ, ഇപ്പൊ ഈ ഒരു പേന, ഈ പേന എന്ന് പറയുന്ന സാധനം ഒരാൾ മുഴുവനും ഇരുന്ന് ഉണ്ടാക്കാതെ ഈ പേനയുടെ നിബ് ഉണ്ടാക്കാൻ ഒരാൾ വരിക, ഇതിനകത്ത് മെഷീൻ ടെക്നോളജി ഉണ്ടാക്കാൻ ഒരാൾ വരിക, ബോഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതിന്റെ ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ. അതുവഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ആദം സ്മിത്തിന്റെ കുറെ കഥകളുണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ശ്രദ്ധിക്കുക. ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. നമ്മൾ ഓരോ ഫാക്ട്സ് വരുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പോകുക. ഓക്കെ, സോ ഞാൻ പറയുന്ന ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത് ആണ്. അത് അടുത്ത ചോദ്യം, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആരാണ്? ഫാദർ ഓഫ് മൈക്രോ, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന മൈക്രോ, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആരാണ്? വേറെ ആരുമല്ല. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ഇയാള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും നിയോ ക്ലാസിക്കൽസ്. എന്താണ് നിയോ ക്ലാസിക്കൽസ്? അല്ലെങ്കിൽ മാർജിനൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ആൾക്ക് കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഡിമാൻഡ് കൊണ്ടുവന്ന ആള് ഇദ്ദേഹമാണ്. എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ഇതാണ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം കൊണ്ടുവന്ന ആൽഫ്രഡ് മാർഷൽ ആണ്. മൈക്രോയിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട സാധനമാണ് നിയോ ക്ലാസിക്കൽ ഐഡിയാസ്. നിയോ ക്ലാസിക്കൽ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഡിമാൻഡ് അനാലിസിസ്, മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നിങ്ങൾ കൺസ്യൂമർ ബിഹേവിയറിൽ പഠിക്കുന്നതാണ്. അതൊക്കെ കൊണ്ടുവന്ന ആൽഫ്രഡ് മാർഷലിനെയാണ് മൈക്രോയുടെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തെറ്റിക്കുന്നതാണ്. മൈക്രോയുടെ പിതാവെന്ന് ചോദിക്കുമ്പോൾ ചില ഗൂഗിൾ ചെയ്യുമ്പോൾ ആദം സ്മിത്ത് എന്നൊക്കെ എഴുതി കാണാറുണ്ട്. പക്ഷെ SSC എക്സാംസിനൊക്കെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്ന ഏതാണ്? നമ്മുടെ മൈക്രോ തന്നെയാണ്. മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് ആൽഫ്രഡ് മാർഷൽ തന്നെയാണ്. അതാണ് കറക്റ്റ് ആൻസർ. സോ ഇനി അടുത്തത് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? അത് JM കെയ്ൻസ് ആണ്. 1930 ഈ JM കെയ്ൻസ് 1936 എക്സാക്ട് ആ ടൈം പീരീഡ് ആയിട്ടാണ് പറയുന്നത്. JM കെയ്ൻസ് ഒരു ബുക്ക് എഴുതി, എ ജനറൽ തിയറി, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻകം എന്ന് പറയുന്ന എ ജനറൽ തിയറി ഓൺ എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതി. ആ വർക്കിലാണ് അദ്ദേഹം മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. സോ 1930 എന്തുണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. സോ നിങ്ങൾക്ക് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആ ഒരു കോണ്ടെക്സ്റ്റും ഒക്കെ മനസ്സിലായി, ക്ലാസിക്കൽ കെയ്നീഷ്യൻ ഡിവിഷൻ ഉണ്ടെന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ? നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക് ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഫോളോ ചെയ്യുന്ന ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഐഡിയാസ് ആണ്? ക്ലാസിക്കൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ക്ലാസിക്കൽസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് വേണ്ട, ഗവൺമെന്റ് ഒരു ഇന്റർവെൻഷനും എക്കണോമിയിൽ വേണ്ട. എക്കോണമി എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കുമെന്ന്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ തൽക്കാലം ആലോചിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഏറ്റവും ബെസ്റ്റ് കണ്ടീഷൻ. എക്കോണമിക്ക് ഏറ്റവും നല്ല കണ്ടീഷൻ എപ്പോഴും എന്താണ്? നിലനിൽക്കും. നമ്മളൊന്നും ചെയ്യണ്ട. ഇറ്റ് ലെറ്റ് ദ മാർക്കറ്റ് ബി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസ് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. എക്കണോമിക്സ് പഠിക്കാത്തവർ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് സപ്ലൈ. നിങ്ങൾ മൈക്രോയിൽ ഡിമാൻഡ് സപ്ലൈ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള ബന്ധം, ഇല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം വർക്ക് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ എത്തുമെന്നാണ് ആര് പറഞ്ഞത്? ക്ലാസിക്കൽസ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ആ സിറ്റുവേഷൻ അങ്ങനെ എന്താണ്? ആ സമയത്ത് നമ്മുടെ എക്കോണമിയിൽ കുറച്ച് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. 1923 3% ഓക്കെ, അത് 3% ഉണ്ടായിക്കോട്ടെ, അതൊക്കെ സോൾവ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ 1933 ആയപ്പോഴത്തേക്ക് ഇത് 25% കൂടി. എന്ന് പറഞ്ഞാൽ എക്കോണമിയിൽ 4/1 ആൾക്കാർക്കും എന്താണ്? എക്കോണമി 4/1 ആൾക്കാർക്കും ജോലിയില്ല. ദാറ്റ് വാസ് എ റിയലി ബാഡ് കണ്ടീഷൻ അല്ലേ?
മാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് എന്താണ് GDP കുറയുന്നു. ഈ GDP എന്താണെന്ന് നമുക്ക് നാഷണൽ അക്കൗണ്ടിങ് പഠിക്കാറുണ്ട്. GDP കുറയുന്നു. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു. എന്താണ് നമ്മുടെ റിസോഴ്സസ് ഒക്കെ പെർസിസ്റ്റന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഫാക്ടറീസ് പ്രൊഡ്യൂസ് ചെയ്ത സപ്ലൈ എന്താണ് വെറുതെ അവിടെ ഇരിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ക്ലാസിക്കൽസ് സപ്ലൈ സൈഡ് എക്കണോമിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മുടെ കെയ്നീഷ്യൻസ് ആണ് ഡിമാൻഡ് സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കുറെ പ്രൊഡ്യൂസ് ചെയ്ത് അതൊക്കെ വെറുതെ നിന്നു. നമ്മുടെ ക്ലാസിക്കൽസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്താൽ അതെല്ലാം ഡിമാൻഡ് ചെയ്യപ്പെടുമെന്നാണ്. അതൊന്നും നടന്നില്ല. സോ എന്താണ് ഈ ഗ്ലോബൽ ക്രൈസിസിലൂടെ നമുക്ക് മനസ്സിലായി എന്താണ് ദിസ് ഗ്ലോബൽ ക്രൈസിസ് എക്സ്പോസ്ഡ് എ ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഇൻ എക്കണോമിക് തിയറി. എക്കണോമിക് തിയറിയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഒരു തിയറി കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. ദ ഇനബിലിറ്റി ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ് ടു എക്സ്പ്ലെയിൻ പ്രൊലോങ്ഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്ക് എന്താണ് ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. സോ ഇവിടെ ഒരു വാക്കുണ്ട് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. നമ്മൾ പല ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കും. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടേം, ഇത് ഞാനിപ്പോ ഈ ടേംസ് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരും, പേടിക്കണ്ട, ഒന്നും ഞാൻ കളഞ്ഞിട്ട് പോകത്തില്ല. സോ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. എന്താണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്? നമ്മുടെ എക്കോണമിയിൽ നമ്മളിപ്പോ ഒരു 100 കോടി ആൾക്കാരുണ്ടെന്നിരിക്കും. എത്രയാണ്? 100 crore. ഈ 100 crore ആൾക്കാർക്ക് ജോലി കിട്ടുമോ? ഇല്ല. 100 crore ആൾക്കാരില് ഒരു 80 crore എന്താണ് ജോലി കിട്ടി. 80 crore എന്ത് കിട്ടി? ജോലി കിട്ടി. ഓക്കെ, ബാക്കി എത്രയാണ്? 20 crore ആണേ ഉള്ളത്. സോ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് 20 crore ആൾക്കാർക്ക് ജോലിയില്ല. സോ 20 crore ആൾക്കാർക്ക് ജോലി ഇല്ലാത്തവരിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വോളണ്ടറി അൺഎംപ്ലോയിഡും ഉണ്ട്, ഇൻവോളണ്ടറി അൺഎംപ്ലോയിഡും ഉണ്ട്. എന്തൊക്കെയാണ്? വോളണ്ടറി അൺഎംപ്ലോയ്മെന്റും ഉണ്ട്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റും ഉണ്ട്. എന്താണ് ഇതൊക്കെ? വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൊഴിലെടുക്കാൻ തയ്യാറല്ലടേ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്കോണമി ഏറ്റവും നല്ല സിറ്റുവേഷൻ, എല്ലാവർക്കും തൊഴിൽ കിട്ടിയാലും എന്താണ് ഏകദേശം ഒരു 5 crore ആൾക്കാരാന്ന് കരുതിക്കുക. 5 crore ഇവർക്ക് അപ്പം നിലവിലുള്ള വേജ് ലെവലില് അവർക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല അവര്. സോ എന്താണ്? അവരാണ് വോളണ്ടറി അൺഎംപ്ലോയിഡ്. ഇപ്പം വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എക്കോണമി ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. പക്ഷെ എന്താണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്? നമ്മൾ പറഞ്ഞ ബാക്കി 15 പേര്, ഈ 15 പേരെന്താണ് അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്തവരും, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന വേജ് ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്കോണമിയിൽ 100 പേരുണ്ട്, 100 പേര് 80 എംപ്ലോയിഡ് ആണ്, മൈനസ് എന്താണ് ബാക്കിയുള്ള എത്രയാണ്? 20 പേരിൽ എന്താണ് 15 പേര് ഇവരാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയിഡ്. ബാക്കി 5 പേരെന്താണ്? വോളണ്ടറി ആണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ 15 കോടി, ഈ ഒരു 15 കോടി അൺഎംപ്ലോയ്മെന്റ് ആ സമയത്ത് എക്കോണമിയിൽ ഉണ്ടായെങ്കിൽ അതായിരുന്നു അവിടുത്തെ പ്രോബ്ലം. മനസ്സിലായോ? നമ്മൾ ക്ലാസിക്കൽസ് പറയുന്നത്, നമ്മൾ ക്ലാസിക്കൽസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലാസിക്കൽസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൺ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എക്കോണമി ലോങ് റണ്ണിലോട്ട് പോകുമ്പോൾ ഈ 15 എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ്, സപ്പോസ് ഈ 3% അൺഎംപ്ലോയ്മെന്റ് എക്കോണമിയിൽ ഉണ്ടായാലും അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്താണ് എക്കോണമി തന്നെ മാർക്കറ്റ് ഫോഴ്സസ് വർക്ക് ചെയ്ത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ക്ലാസിക്കൽസിന്റെ ഐഡിയാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കും. ക്ലാസിക്കൽസിന്റെ ഐഡിയാസ് വെച്ച് എക്കോണമി എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലേക്ക് നിൽക്കും. പക്ഷെ എന്താണ് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് വിപരീതമായി നടന്ന കാര്യമാണ് 1930 ഗ്രേറ്റ് ഡിപ്രഷൻ. ക്ലാരിറ്റി കിട്ടിയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മൈക്രോയിൽ നിന്ന് മാക്രോയിലോട്ട് മാറിയത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കേ, ഒരു രാജ്യത്തിന് നേരിടുന്ന പ്രശ്നം എന്റെ കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യം മാത്രം പഠിച്ചാൽ മാത്രം സോൾവ് ആകുമോ? ഇല്ല. നമ്മൾ ആ സ്കെയിൽ ഷിഫ്റ്റിംഗ് വേണം. എന്ന് പറഞ്ഞാൽ മൈക്രോ ലെവലിൽ പഠിച്ചുകൊണ്ട് ഗുണമുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതൊരിക്കലും മാക്രോ ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മാക്രോ ലെവൽ ഓഫ് സ്റ്റഡി വേണമെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ കെയ്ൻസ് പറഞ്ഞത്. സോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഏജൻസ്, കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ്. ഓക്കെ, നിങ്ങൾ മൈക്രോയിൽ പഠിക്കുന്നുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡ്യൂസർ ബിഹേവിയർ, മാർക്കറ്റിന്റെ ബിഹേവിയർ, അതൊക്കെ മൈക്രോ പെർസ്പെക്റ്റീവ് ആണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്,
ഞാൻ കുറച്ച് വേരിയബിൾസ് തരും, അത് മൈക്രോ ആണോ മാക്രോ ആണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് സാധാരണ. ഓക്കെ, സോ ഇനി മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ദ എൻറ്റയർ എക്കോണമി മുഴുവൻ സ്റ്റഡിയാണ്. എവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? അഗ്രിഗേറ്റ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സാധനങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമി. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ അവിടെ ഒരു കൺസ്യൂമർ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഒരു ചെറിയ മാർക്കറ്റ്, അതിന്റെ കാര്യം പഠിക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുന്നു. എക്കോണമി മുഴുവനുള്ള കാര്യങ്ങളാണ്. ഒരു എക്കോണമിയുടെ മുഴുവൻ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു. സോ ഈ ഒരു ഐഡിയ വേണം. സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. മൈക്രോ എക്കണോമിക്സ് ഒരു കാട്ടിലെ മരത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്താണ്? ആ കാട്ടിലെ ആ കാട് മുഴുവനും പഠിക്കുകയാണ്. ഓരോ മരം മാത്രമല്ല, ആ മുഴുവൻ കാട് മുഴുവനും പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. Microeconomics and macroeconomics are two main branches of modern economics. Modern economics പഠിക്കുന്നവർക്കൊക്കെ അറിയാം. +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ചവർക്കും അറിയാം. നമ്മുടെ എക്കണോമിക്സ് മൈക്രോയും മാക്രോയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു ബേസും ഇല്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് +1 +2 ടെക്സ്റ്റ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ലൈക്ക് ഞാൻ ഒരിക്കലും നിങ്ങളെ പുഷ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വായിക്കുക. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വായിക്കാൻ ആവശ്യമില്ല. ഞാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മൈക്രോ എന്ന് പറയുന്ന വാക്ക് വന്നത് മൈക്രോസ് എന്ന് പറയുന്ന വാക്കിലും ഈ മാക്രോ എന്ന് പറയുന്ന വാക്ക് മാക്രോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് വന്നത്. സോ ഇത് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് വേർഡ്. വൺ വേർഡ് ആണ്. ഈ മോഡേൺ മൈക്രോ മാക്രോ ടേംസ് വന്ന എവിടെ നിന്നാണ്? ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഓക്കെ, മൈക്രോസ് മാക്രോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ മാക്രോ വാക്കുകൾ വന്നത്. പ്രധാനപ്പെട്ട MCQ ആണ്. മാക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് എന്നും മൈക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളും ആണ്. ഓക്കെ, സോ ഇനി പ്രധാനപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ എക്സാംസിനും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മൈക്രോ മാക്രോ ടേംസ് ആദ്യമായിട്ട് പറഞ്ഞ ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മൈക്രോ മാക്രോ ടേംസ് ആദ്യമായിട്ട് പറഞ്ഞ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? റാഗ്നർ ഫ്രിസ്റ്റ്. ആരാണ്? റാഗ്നർ ഫ്രിസ്റ്റ്. 1933 റാഗ്നർ ഫ്രിസ്റ്റ് ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണിത്. സോ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് നോബൽ പ്രൈസ് എന്താണ്? ഫസ്റ്റ് നോബൽ പ്രൈസ് ജാൻ ടിൻബോർജന്റെ കൂടെ തന്നെ കിട്ടിയ വ്യക്തിയാണിത്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹമാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന വാക്ക്, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ പഠിക്കുന്ന എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചത് കൊണ്ടുവന്ന ആരാണ്? അദ്ദേഹമാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റഡ് ആയിട്ട് പഠിക്കണം. റാഗ്നർ ഫ്രിസ്റ്റ്, ഓക്കെ, ഒരു നോർവീജിയൻ എക്കണോമിസ്റ്റ് ആയിരുന്നു. ഓക്കെ, എക്കണോമെട്രീഷ്യൻ കൂടെ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു എക്കണോമിക്സിന്റെ മാത്തമാറ്റിക്കൽ സൈഡിലോട്ടൊക്കെ കൂടുതലായിട്ട് കൊണ്ടുപോയത്. ഓക്കെ, നൊബേൽ പ്രൈസ് എന്താണ് 1969 കിട്ടി. ആരുമായിട്ട്? ജാൻ ടിൻബർജനുമായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം എക്കണോമെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. എക്കണോമെട്രിക്സ് മൈക്രോ മാക്രോ എന്ന് പറയുന്ന ടേംസ് കണക്ക് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ടേംസ് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞ ടേം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മൈക്രോ മാക്രോ ഡൈനാമിക്സ്. ശ്രദ്ധിക്കുക, മൈക്രോ മാക്രോ ഡൈനാമിക്സ്. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, മൈക്രോ എക്കണോമിക്സ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയും. എന്താണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാർഷ്യൽ ഇക്വിലിബ്രിയം ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കൂടുതൽ ഇൻഡെപ്ത് ഒന്നും ചിന്തിക്കാൻ പോണ്ട. മൈക്രോ എക്കണോമിക്സ് അനാലിസിസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. എന്തുകൊണ്ടാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് വിളിക്കുന്നത്? കാരണം അവിടെ എക്കോണമിയുടെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് മാത്രം എടുത്തു വെച്ച് നമ്മൾ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ച് പഠിക്കുവാണ്. സോ അവിടെ പാർഷ്യൽ ഇക്വിലിബ്രിയം, അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടക്കുന്നത്. എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ച് അതൊന്നും നമ്മളിപ്പം മാക്രോ എക്കണോമിക്സ് ഒരു സാധനം പഠിക്കുകയാണെങ്കിൽ വിദേശത്തൊരു യുദ്ധം ഉണ്ടെങ്കിൽ നമ്മളെ എക്കോണമിയെ ബാധിക്കും. പക്ഷെ ഇൻഡിവിജ്വൽ മൈക്രോ സ്റ്റഡിയിൽ അതൊന്നും ബാധിക്കില്ല. പക്ഷെ അത് പഠിക്കണ്ടേ? സോ സ്റ്റാറ്റിക് ആസ്പെക്ട് ആണ് എന്ത്? നമ്മുടെ മൈക്രോ എക്കണോമിക്സ്. പക്ഷെ ഡൈനാമിക്സ്, ശ്രദ്ധിക്കുക, ഡൈനാമിക്സ് എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡൈനാമിക്സ് ഉള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. നമുക്ക് മോഡല് പഠിക്കുന്നുണ്ട് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. നമ്മൾ മൈക്രോയിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ ഇക്വിലിബ്രിയത്തിന്റെ കാര്യമൊക്കെ അറിയാം. നിയോ ക്ലാസിക്കൽസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട ആൾക്കാര്. സോ ഈ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് മാക്രോ. ഓക്കെ, സോ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, സോ റാഗ്നർ ഫ്രിസ്റ്റിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം കുറെ എക്കണോമിക് ടേംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് മൈക്രോ മാക്രോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, സോ ലൈക്ക്
ഇതൊക്കെ പറഞ്ഞാൽ റാഗ്നർ ഫ്രിസ്റ്റ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടെങ്കിലും ഈ ഒരു സബ്ജക്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവന്നത് 1930 നമ്മുടെ കെയ്ൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിച്ച MCQs ആലോചിക്കുക, മൈക്രോയുടെ പിതാവ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. ആരാണ് മാക്രോയുടെ ഫാദർ? നമ്മുടെ ജെയിം കെയ്ൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് മാക്രോ ടേംസ് കൊണ്ടുവന്നത് റാഗ്നർ ഫ്രിസ്റ്റ് ആണ്. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മാക്രോയും കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ മൈക്രോ എക്കണോമിക് അനാലിസിസ് വാസ് ഡെവലപ്ഡ് ഫസ്റ്റ്. സോ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മൈക്രോ എക്കണോമിക് അനാലിസിസ് ആണ് ആദ്യം ഉണ്ടായത്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ അപ്രോച്ച്, നമ്മുടെ പണ്ട് മുതലുള്ള അപ്രോച്ച് ആണ്. ഒറിജിൻ ഓഫ് ദിസ് അപ്രോച്ച് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ എറ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്. ഈ മൈക്രോ എക്കണോമിക്സ് തുടങ്ങിയ സ്ട്രക്ചേർഡ് ആയിട്ട് തുടങ്ങിയ പീരീഡ് എന്താണ്? ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ പീരീഡ് ആണ്. ആദം സ്മിത്ത് ഒരു ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്, ഡേവിഡ് റിക്കാർഡോ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്, JS മിൽ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. സോ ഈ ആദം സ്മിത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്. ഡേവിഡ് റിക്കാർഡോ, JS മില്ലൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നീട് JB സെയ് ഉണ്ട് തുടങ്ങിയ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് പഠിക്കാം. സോ ഇവരുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ഐഡിയ ആണ് ഈ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ നിയോ ക്ലാസിക്കൽ. നമ്മൾ ശ്രദ്ധിക്കുക, ക്ലാസിക്കല് കഴിഞ്ഞ് നമ്മൾ നേരെ സാധാരണ പഠിക്കുന്ന കെയ്നീഷ്യൻ ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു കൂട്ടരുണ്ട്, അവരാണ് നിയോ ക്ലാസിക്കൽസ്. എന്താണ് നിയോ ക്ലാസിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്രോയിലെ ഡിമാൻഡ്, മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ അദ്ദേഹമാണ് ഈ ഒരു കാര്യം ചെയ്തത്. സോ നമ്മൾ എക്കണോമിക്സിലെ എന്താണ് നിയോ ക്ലാസിക്കൽ തോട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പെനിയർ ആണ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവരുടെ ബുക്കൊക്കെ ആലോചിക്കണം. എന്താണ് ബുക്കൊക്കെ ആലോചിക്കണം? ഞാൻ പറഞ്ഞു 1776 ആരുടെ ബുക്കാണ് നമ്മൾ പറഞ്ഞത്? ആദം സ്മിത്തിന്റെ എന്താണ് നമ്മുടെ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞ് 1936 ആരുടെ ബുക്ക് ഉണ്ടായിരുന്നു? ജനറൽ തിയറി ഓൺ എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന JM കെയ്ൻസിന്റെ ബുക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽഫ്രഡ് മാർഷലിന്റെ ഒരു ബുക്കും കൂടെ പരിചയപ്പെടുകയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890. കാരണം ഈ ക്ലാസിക്കൽസിന്റെയും കെയ്നീഷ്യന്റെ ഇടയിലുള്ള ആൾക്കാരാണ് നിയോ ക്ലാസിക്കൽ എന്ന് വിളിക്കുന്നത്. സോ ആൽഫ്രഡ് മാർഷലിന്റെ ബുക്കിന്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890 വേണമെങ്കിൽ വർഷങ്ങൾ തന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഡൗൺ ആയി പോകരുത്. ആ സമയത്ത് നമ്മൾ യുക്തി ഉപയോഗിച്ച് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാതെ ആദ്യം വന്നത് ക്ലാസിക്കൽസ് ആണ്. അതുകൊണ്ട് 1776 ആദ്യത്തെ വർഷം ആരായിരിക്കും? നമ്മൾ ആദം സ്മിത്ത് ആയിരിക്കും അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിക്കൽസ് കഴിഞ്ഞിട്ട് നിയോ ക്ലാസിക്കൽസ് വന്നു. അതെന്താണ്? 1890 ബുക്കാണ്. അതിന്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അതാരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഈ ഒരു എപ്പോഴും ഞാൻ പറയുന്ന ആരും ഈ എക്കണോമിക്സ് കാണാതെ പഠിക്കാനാണെങ്കിൽ പറ്റത്തില്ല. ഈവൻ ഈ കൺസെപ്റ്റ്സ് വരെ നമുക്കൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താണ്? 1936 എന്താണ്? കെയ്ൻസിന്റെ കാര്യം വന്നു. കെയ്ൻസ് എന്താണ് കൊണ്ടുവന്നത്? കെയ്ൻസ് ലൈക് അദ്ദേഹത്തിന്റെ ജനറൽ തിയറി എന്ന് പറയുന്ന ബുക്ക് വന്നു. ഓക്കെ, സോ മാത്രമല്ല നിയോ ക്ലാസിക്കൽസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? പിഗു, JR ഹിക്സ്, പ്രൊഫസർ സാമുവൽസൺ, ജോൺ റോബിൻസൺ, ഇവരൊക്കെയാണ്. ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിനെ ഡെവലപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തവരാണ്. ഇവരുടെ എല്ലാം പേര് നിങ്ങൾ കേൾക്കും. എവിടാണ്? നിങ്ങൾ ഡെവലപ്മെന്റും പബ്ലിക്കും അതൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് ഒന്നും കൂടെ ഞാൻ റീവിസിറ്റ് ചെയ്യുകയാണ്. പ്രൊഡക്റ്റ് പ്രൈസിങ് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ കൺസ്യൂമർ ബിഹേവിയർ ആയിട്ടുള്ള ഡിമാൻഡ് അനാലിസിസും പ്രൊഡ്യൂസർ ബിഹേവിയർ ആയിട്ടുള്ള സപ്ലൈ അനാലിസിസും പഠിച്ചു. അതിലെന്താണ്? പ്രൊഡക്റ്റ് പ്രൈസിങ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ്, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് തുടങ്ങിയ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസിങ് പഠിക്കുന്നുണ്ട്. എക്കണോമിക് വെൽഫെയർ, പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് പ്രൊഡക്ഷൻ എഫിഷ്യന്റ് ആകുന്നതെന്നും കൺസംഷൻ എഫിഷ്യന്റ് ആകുന്നതും എക്കണോമിക് ആക്ടിവിറ്റി എഫിഷ്യന്റ് ആകുന്നതെന്നും പഠിക്കുന്നു. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ പേപ്പറിൽ പഠിക്കുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അത് ഞാൻ പോകുന്നില്ല, അത് ആ ഒരു സബ്ജക്ട് എടുക്കുന്നവര് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി മാക്രോ എക്കണോമിക്സ്. സോ നമ്മൾ മൈക്രോയുടെ കഥയൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? മാക്രോ എക്കണോമിക്സിലോട്ട് പോവാണ്. മാക്രോ എക്കണോമിക്സ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ പാസ്റ്റ് ബിഫോർ ദ എവല്യൂഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന് മുമ്പോ മൈക്രോ എക്കണോമിക്സിന് തുടക്കകാലത്തോ ഉണ്ടായിരുന്ന കാര്യമല്ല. ഇൻ ദ 16th and 17th century ഫോളോവേഴ്സ് ഓഫ് മെർക്കന്റിലിസം, എ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് മെർച്ചന്റ്സ്. ഞാൻ പറഞ്ഞു ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ കറക്റ്റ് ഓർഡർ ആദ്യം മെർക്കന്റിലിസം ആണെന്ന്. എന്താണ് മെർക്കന്റിലിസം? ഈ മെർക്കന്റിലിസം അത് കഴിഞ്ഞിട്ട് ഫിസിയോക്രസി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിനെതിരെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആദം സ്മിത്ത് ബുക്സ് ഒക്കെ എഴുതിയത്. ഈ മെർക്കന്റിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ അന്നത്തെ കച്ചവടക്കാര് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആ നമ്മുടെ മൈക്രോ എക്കണോമിക്സ്
പഠിക്കുന്നതിനൊക്കെ മുമ്പ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഒക്കെ വരുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിലുള്ള കുറെ മെർച്ചന്റ്സിന്റെ ഐഡിയ ആണ്. അത് നമ്മൾ സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ മെർച്ചന്റ്സിന്റെ ഐഡിയാസിനെതിരായിട്ടാണ് ക്ലാസിക്കൽസ് ഒക്കെ വന്നത്. ഓക്കെ, സോ ഈ മെർച്ചന്റിസം ചെറുതായിട്ട് മാക്രോ പോയിന്റ് ഓഫ് വ്യൂല് കഥയൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ് ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചിന്തയില് നമ്മൾ മാക്സിമം മെർച്ചന്റ്സ് അല്ലേ, കച്ചവടക്കാരല്ലേ, മാക്സിമം കച്ചവടം നടത്തി എന്താണ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ്. സോ ഒരു രാജ്യം ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കണം, അത് മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ ആയി. ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഫിസിയോക്രാറ്റ്സ് 18th സെഞ്ചുറി ഫിസിയോക്രാറ്റ്സ് വന്നു. അവരെന്താണ് ഫ്രഞ്ച് തിങ്കേഴ്സ് ആയിരുന്നു. ഫ്രാൻസിസ് ക്വസ്നി എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. ഫ്രഞ്ച് തിങ്കേഴ്സ് എന്താണ് ഈ നാഷണൽ ഇൻകം വെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പറയാൻ ശ്രമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ആദം സ്മിത്തും റിക്കാർഡോയും എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം വെൽത്തിനെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് മാക്രോ പെർസ്പെക്റ്റീവ് ആയിട്ടില്ല. ബട്ട് their macro analysis was combined with മൈക്രോ പ്ലസ് മാക്രോ. അതിലും മാക്രോയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത സ്റ്റഡി ആയിരുന്നു അവർ നടത്തിയിരുന്നത്. മാക്രോ അനാലിസിസ് റൂൾ ദ വേൾഡ് എക്കണോമിക് സ്റ്റിൽ ഗ്രേറ്റ് ഡിപ്രഷൻ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രേറ്റ് ഡിപ്രഷൻ 1930 ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് വരെ നമ്മുടെ എക്കോണമിയെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? നമ്മുടെ മൈക്രോ എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള JM കെയ്ൻസ് വരുന്നത്. ആരാണ് JM കെയ്ൻസ് വരുന്നത്? അദ്ദേഹത്തിന്റെ 1936 ബുക്കിലൂടെ മാക്രോ എക്കണോമിക്സ് കൊണ്ടുവരുന്നത്. ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ് പബ്ലിഷ് ഹിസ് ഫേമസ് ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ വർഷം ആലോചിക്കുക 1936. ഇതൊരു ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്റെ ക്ലാസ്സിലെ നോട്ട്സ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊരു ബുക്ക് കയ്യിൽ അടുത്ത് വെക്കുക, ബുക്കിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട വൺ വേർഡ്സ് എഴുതി പോവുക, കൺസെപ്റ്റ്സുകൾ ക്ലാരിറ്റി വരുത്തി പോവുക. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു നോട്ട് തരുന്ന പരിപാടി ഒന്നും ഞാൻ മാക്സിമം തരത്തില്ല. ഈ ക്ലാസ് കാണുക, ഐഡിയ പഠിക്കുക, ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഇത് പിന്നെ പഠിക്കാം, PPT പ്രിന്റ് എടുക്കുക, അങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യുക. സോ മാക്രോ എക്കണോമിക് സബ്ജക്ട് ഉണ്ടാകാനായിട്ടുള്ള ക്രെഡിറ്റ് ലോർഡ് കെയ്ൻസിനാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാൽത്തൂസിയൻ തിയറി ഓഫ് മാക്രോ എക്കണോമിക്സ് പോപ്പുലേഷന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. വിക്സല്, വാൽറേസിയൻ ഇക്വിലിബ്രിയം ഒക്കെ പറയുന്ന വാൽറാസ്, പിന്നെ മണിയെ കുറിച്ച് പറയുന്ന ഇർവിംഗ് ഫിഷർ. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഇവരെല്ലാം എന്താണ് മാക്രോ എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്യാൻ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. അടുത്തത് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സോ മൈക്രോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മാക്രോ എക്കണോമിക്സിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി സിലബസ് പറഞ്ഞു, പക്ഷെ ഞാൻ ഈ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കണം. തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൈക്രോ എക്കണോമിക്സിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? പ്രൈസ് തിയറി എന്നാണ്. കാരണം നമ്മൾ അവിടെ ഡിമാൻഡ് സപ്ലൈ ഒക്കെ വെച്ച് ഇക്വിലിബ്രിയം ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. ഒരു ഇൻഡിവിജ്വൽ ഒരു മാർക്കറ്റിൽ ഇക്വിലിബ്രിയം. സോ അവിടെ പ്രൈസ് ആണ് പ്രധാനപ്പെട്ട കഥാനായകൻ. സോ അതിനെ എന്താണ്? പ്രൈസ് തിയറി. മൈക്രോയെ നമ്മൾ എന്താണ്? പ്രൈസ് തിയറി എന്ന് വിളിക്കാറുണ്ട്. പ്രൈസ് തിയറി. മൈക്രോ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? പ്രൈസ് തിയറി. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ പ്രൈസ് തിയറി എങ്കിൽ ഇവിടെ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ തിയറി, ഇല്ലെങ്കിൽ ഇൻകം തിയറി എന്നാണ് ആരെ വിളിക്കുന്നത്? നമ്മൾ മാക്രോ എക്കണോമിക്സിനെ വിളിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സിലബസിൽ രണ്ടാമത് നാഷണൽ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കെയ്നീഷ്യൻ ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ എപ്പോൾ എത്തിച്ചേരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ക്ലാസിക്കൽസ് എപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഇൻകത്തിലും എംപ്ലോയ്മെന്റിലും എക്കോണമി എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. അതേപോലെ കെയ്നീഷ്യൻസും പറയുന്നു. ഈ രണ്ട് ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, നമ്മുടെ മാക്രോ എക്കണോമിക്സിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്, ഇല്ലെങ്കിൽ ഇൻകം തിയറി എന്ന് വിളിക്കുന്നത് മാക്രോ എക്കണോമിക്സിനെയാണ്. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസെപ്റ്റൽ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കുകയാണ്. മൈക്രോ പ്രൈസ്, മാക്രോ ഇൻകം, എന്ത് കാര്യം? ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസ്, നിങ്ങൾ ഈ ഒരു എക്സാം മാത്രമല്ല ഡിഗ്രി ലെവൽ എക്സാംസിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പല എക്സാംസ് എഴുതുമ്പോഴും ബേസിക് ആയിട്ട് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. മാത്രമല്ല ഇത് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന ക്ലാസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് നിങ്ങളുടെ മെന്റൽ സ്ട്രെയിൻ ആണ് അവിടെ കുറയുന്നത്. ഓക്കെ, സോ പിന്നീട് തിയറി ഓഫ് ജനറൽ പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ മൊഡ്യൂൾ 3 or 4
ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 3 മൊഡ്യൂൾ 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ നോക്കണം. പബ്ലിക് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാരണം അത് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെയാണ്. ഈ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് തന്നെ തിയറി ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്തെ ഇൻകം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും. എന്താണ് കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പം ഇന്ത്യയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 100 കോടിയെ നമുക്ക് 60 കോടി കൺസംഷന് വേണ്ടി 40 കോടി ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും തിരിക്കാം. സോ ആ കാര്യവും നമ്മൾ മനസ്സിലാക്കണം. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് സൈക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോ യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നുള്ള ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാണ്. മൈക്രോ ഡിഫറൻസ് ഒക്കെ കുറെ നോക്കി. മാക്രോ എക്കണോമിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് എക്കോണമി ആസ് എ ഹോൾ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഇൻഡിവിജ്വൽ മാർക്കറ്റിനെ പ്രൈസ് തിയറി എന്നും അല്ലെങ്കിൽ മൈക്രോയെ പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നെങ്കിൽ ഇവിടെ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി, ഇൻകം തിയറി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അഗ്രിഗേറ്റ് വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നാഷണൽ ഇൻകം, ഔട്ട്പുട്ട്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി തുടങ്ങിയ എന്താണ് ഒരു എക്കോണമിക്ക് മുഴുവനും ബാധിക്കുന്ന അഗ്രിഗേറ്റ് വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒരു MCQ വരാം. താഴെ തന്നിരിക്കുന്നതിൽ അഗ്രിഗേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് വേരിയബിൾ ഏതാണ്, മൈക്രോ എക്കണോമിക് വേരിയബിൾ എന്താണെന്നുള്ള ഒരു ചോദ്യം വരാം. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്, ഇതിന് ആൻസർ നിങ്ങൾ പറയണം. മാക്രോ എക്കണോമിക് തിയറി ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. അപ്പോൾ മൈക്രോ എക്കണോമിക്സിനെ എന്ത് വിളിക്കും? നിങ്ങൾക്ക് ആൻസർ കിട്ടുക കാണും പ്രൈസ് തിയറി. എന്താണ് പ്രൈസ് തിയറി? മാക്രോ എക്കണോമിക്സിനെ നമ്മൾ എന്താണ് ഇൻകം തിയറി എന്നാണ് പലപ്പോഴും ഷോർട്ട് ആയിട്ട് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പറയാണ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി. സോ ക്ലാരിറ്റി ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഫോളോ ചെയ്യാണ്. ഞാൻ ഇത് വീണ്ടും ഒന്നും കൂടെ പറയാണ്. തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് മാക്രോ എക്കണോമിക്സിന്റെ കോർ ഐഡിയ. നമ്മുടെ സിലബസിൽ നോക്കുവാണെങ്കിൽ ക്ലാസിക്കലും കെയ്നീഷ്യനും എക്കോണമി എപ്പം ബെസ്റ്റ് ഇൻകത്തിലും എംപ്ലോയ്മെന്റിലും എത്തുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫുള്ള് പഠിക്കേണ്ടത്. Macroeconomic analysis explains which factors determine level of national income. നാഷണൽ ഇൻകം എന്തൊക്കെയാണ്, നാഷണൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, എന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു ലെവൽ ഓഫ് ഇൻകത്തിൽ, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റിൽ എന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു. ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ഡിറ്റർമൈൻ വി ഹാവ് സ്റ്റഡി ദ കൺസംഷൻ ഫംഗ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. സോ നമ്മുടെ സിലബസ് തന്നെ ഇവിടെ പറയുന്ന ഫസ്റ്റ് എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ കെയ്നീഷ്യൻ അപ്രോച്ചിൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പഠിക്കുന്നു. കൺസംഷൻ ഫംഗ്ഷൻ പഠിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ പഠിക്കുന്നു, പിന്നീട് ബിസിനസ് സൈക്കിൾ പഠിക്കുന്നു, പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുന്നു, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു. ആ ഒരു കറക്റ്റ് സിലബസ് മാക്രോ എക്കണോമിക്സിന്റെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കുറെ കഥ എഴുതാൻ വന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഈ ഒരു സ്കോപ്പിൽ ഞാൻ നിർത്തിയത്. ഇതിൽ എല്ലാ സ്കോപ്പും ആലോചിക്കണം. സോ ഞാൻ കുറച്ച് മാക്രോ വേരിയബിൾസ് നിങ്ങളുടെ മുന്നിൽ തരുവാണ്. ഏതാണ് മൈക്രോ ഏതാണ് മാക്രോ എന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. അതിനു മുമ്പ് നമ്മൾ മാക്രോയുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ്, ഫേംസ്, മാർക്കറ്റ് തുടങ്ങിയ. മാക്രോ എക്കണോമിക്സ് എന്താണ്? ഒരു എക്കോണമി മുഴുവനും പഠിക്കുകയാണ്. അടുത്ത ഫോക്കസ്. മൈക്രോ എക്കണോമിക്സ് പ്രൈസ് തിയറിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ്, ഔട്ട്പുട്ട്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. എവിടാണ്? ഇൻഡിവിജ്വൽ ലെവലിലാണ് പഠിക്കുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ മുഴുവൻ കാര്യം. ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയ്യോ അത് മൈക്രോ ആണല്ലോ, ഒരു ബാങ്കല്ലേ ഉള്ളൂ. സെൻട്രൽ ബാങ്ക് ആരാണോ? ഒരു എക്കോണമിയിലെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് സെൻട്രൽ ബാങ്ക്. സോ അത് മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ്. സോ അങ്ങനെയുള്ള അഗ്രിഗേറ്റ് സെക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ഒബ്ജക്റ്റീവ് റിസോഴ്സ് അലോക്കേഷനും പ്രൈസ് ഡിറ്റർമിനേഷൻ അതാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈസ് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, മാത്രമല്ല പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ്. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്താണ്? എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, എക്കണോമിയിൽ ഇൻഫ്ലേഷനോ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതെ എങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കുക, അതാണ് ഫിലിപ്സ് കർവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിലിപ്സ് കർവ്. ഓക്കെ, അതോടൊപ്പം എന്താണ്? പോളിസി ഫോർമുലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ മൈക്രോയിൽ നമ്മൾ പ്രധാനം ഏതാണ്ട് കണ്ടോ, നിങ്ങൾ മൈക്രോയിൽ പഠിച്ചു കാണും. ഇങ്ങനെ ഒരു കർവ്. ഓക്കെ, ഇങ്ങനെ ഒരു കർവ് വരച്ചിട്ട് ഇവിടെ നമ്മൾ ഇതാണ് ഡിമാൻഡ് കർവ്. നിങ്ങൾ പഠിച്ചായിരിക്കും, ഞാൻ അതോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡിമാൻഡ് കർവ് ഇതാണ്. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അതിനോട് നമ്മൾ സപ്ലൈ ഫംഗ്ഷൻ, ഒരു പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടും എന്നുള്ള കാര്യം. സോ ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം.
മനസ്സിലായി ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിനും പ്രൊഡ്യൂസറിനും ബെസ്റ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. സോ പ്രൈസ് ഈ ഒരു 10 രൂപയാണ് ഈ പോയിന്റിലെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ആയി. സോ മൈക്രോയില് ഈ ഡിമാൻഡ് സപ്ലൈ ഒക്കെയാണ് നോക്കുന്നത്. പിന്നെ മാർജിനൽ അലയൻസ്, മാർജിൻ യൂട്ടിലിറ്റി, നമ്മുടെ ഓർഡിനൽ കാർഡിനൽ യൂട്ടിലിറ്റി ഒക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ ഈ സാധനമല്ല, ഈ ഒരു ഡയഗ്രാം അല്ല നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. മാക്രോ എക്കണോമിക്സിൽ ഡയഗ്രാം വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ മാക്രോ എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ എന്നാണ് മാക്രോ എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ഇക്വിലിബ്രിയം ആ ഒരു ഡയഗ്രാം വരച്ചാൽ ഇപ്പൊ കണ്ട കിളി പോകേണ്ട, ജസ്റ്റ് ഒന്ന് ട്രെയിലർ വെക്കുവാണ്. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇത് അഗ്രിഗേറ്റ് സപ്ലൈ, ഇതാണ് ഇക്വിലിബ്രിയം. ഇതെന്താന്നൊക്കെ പഠിക്കുക. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് സേവിങ് ആണ്. സോ കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുക. കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, കണ്ട് ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. ഒന്ന് മനസ്സിലായാലും മനസ്സിലായി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, ഫിസിക്കൽ മോണിറ്ററി പോളിസി ഒക്കെയാണ് ടൂൾസ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ആൻസർ ചെയ്യണം. കൺസെപ്റ്റ് സ്റ്റഡീഡ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ മൈക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം കേൾക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഐഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ്, ഞാൻ നിങ്ങളെ കണക്ക് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എക്സാം എഴുതാതിരിക്കുന്ന സമയത്തുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത്തത് നാഷണൽ ഇൻകം. ഒന്നാമത്തെ എന്താണ്? നാഷണൽ ഇൻകം. എന്താണ് നാഷണൽ ഇൻകം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ആലോചിക്കുക. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്കോണമിയിൽ മുഴുവനുള്ള ഇൻകമാണ്. അത് മൈക്രോ അല്ല, മാക്രോ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് തെറ്റാണ്. ഫാക്ടർ പ്രൈസിങ്. ഫാക്ടർ പ്രൈസിങ് ഓരോ ഫാക്ടേഴ്സിനെ പ്രൈസ് ചെയ്യുന്നു. പ്രൈസ് തിയറി മൈക്രോ, അത് ശരിയാണ്. ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ? പൊതു വില നിരക്കാണ്. സോ എന്താണ് അത്? എന്താണ്? തെറ്റാണ്. ഓക്കെ, അത് മൈക്രോ ആണ്. സോറി, അതെന്താണ്? മൈക്രോ ആണ്. മൈക്രോ അല്ല, മാക്രോ ആണ്. സോറി, ഞാൻ കോൺസെൻട്രേഷൻ ഒന്ന് അങ്ങോട്ട് പോയി. അത് മാക്രോ ആണ്. അടുത്ത പ്രൊഡക്റ്റ് പ്രൈസിങ്. ഒരു പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നു, അതും മൈക്രോ ആണ്. സോ ആൻസർ എന്താണ്? C&DU ആണ്. സോ ആൻസർ 4 ആണ്. സോ മനസ്സിലാക്കുക. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമുക്ക് ഒരു എലിമിനേഷൻ ടെക്നിക്കും, ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്ന സാധനമാണ് എലിമിനേഷൻ ടെക്നിക്ക്. ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആലോചിച്ച് നോക്കാം. നാഷണൽ ഇൻകം, അത് മാക്രോ ആണല്ലോ, നമുക്കറിയാം. സോ വരുന്ന ഓപ്ഷൻ വെട്ടി. ക്ലിയർ ആണല്ലോ? വരുന്ന ഓപ്ഷൻ വെട്ടി. ഓക്കെ, അടുത്തത് ജനറൽ പ്രൈസ് ലെവൽ. ഓക്കെ, അത് നമുക്ക് ഡൗട്ടാണ്. പ്രൈസിങ് C&Dയും മൈക്രോ ആണെന്ന് നമുക്ക് തോന്നുന്നു. C&Dയും എല്ലാത്തിനും വരുന്നു. C&D ഇവിടെയും വരുന്നു. ഒന്നാമത്തെ വെട്ടിക്കളയാൻ. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. സത്യം പറഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടലി ഭാഗ്യത്തിന്റെ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കിട്ടിയാ കിട്ടി, ഇറ്റ്സ് ഗുഡ്. നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വഴി ചില സമയത്തൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ തെറ്റാണെന്ന്, ഇപ്പം B തെറ്റാന്ന് എഴുതിക്കോ. B തെറ്റാവുമ്പോ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ B തെറ്റാന്ന് നമുക്കറിയാം. B തെറ്റാവുന്ന സമയത്ത് നമുക്ക് B ഉള്ളതല്ല, ഇത് വെട്ടാം, ഇത് വെട്ടാം, ഇത് വെട്ടാം, എന്നിട്ട് ഇത് 4 കിട്ടും. അത് സിമ്പിൾ ആണ്. അത് എലിമിനേഷൻ ടെക്നിക്ക് അല്ല, അത് സാമാന്യ ബോധമാണ്. ഇപ്പം പലരും പുതിയതായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് ഉണ്ടെന്നൊക്കെ കഥ പറയുന്നു. നമ്മൾ സാമാന്യ ബോധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അത് വലിയ എന്താണ് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പലരും പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഞാൻ ഒരു സിറ്റുവേഷൻ തരുവാണ്, മൈക്രോ മാക്രോ വേരിയബിൾസ് മാറ്റി പറയാൻ. സോ മൈക്രോ വേരിയബിൾസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആണെങ്കിൽ അത് മൈക്രോ ആണ്. മാക്രോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. ഇൻഡിവിജ്വൽ സപ്ലൈ അതിന്റെ ഓപ്പോസിറ്റ് അഗ്രിഗേറ്റ് സപ്ലൈ ആണ് മാക്രോ. കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഒരു കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. അഗ്രിഗേറ്റ് കൺസംഷൻ, ഒരു എക്കോണമിയുടെ മുഴുവൻ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്രോ ആണ്. ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാക്രോ ആണ്. ഇൻഡിവിജ്വൽ ഇൻകം മൈക്രോ ആണ്. നാഷണൽ ഇൻകം മാക്രോ ആണ്. ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പ്രൈസ് ഓഫ് എ സിംഗിൾ ഗുഡ്. ഒരു ഗുഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മൈക്രോ ആണ്. ജനറൽ പ്രൈസ് ലെവൽ ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ എന്നൊക്കെ നോക്കുന്നത് മാക്രോ ആണ്. ഒരു ഇൻഡസ്ട്രിയിലെ വേജ് റേറ്റ് മൈക്രോ, ആവറേജ് വേജ് ലെവല് എംപ്ലോയ്മെന്റ് റേറ്റും ഒക്കെ എന്താണ്? മാക്രോ ആണ്. പ്രൊഡക്റ്റ് ഓഫ് എ ഫേം, അതേസമയം പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റും അഗ്രിഗേറ്റ് പ്രോഫിറ്റ്, ഒരു ഫുള്ള് കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരുടെ എല്ലാ
എല്ലാത്തിനും ഒരുമിച്ച് വിളിക്കുന്നതാണ് കോർപ്പറേറ്റ്. അതൊക്കെ എന്താണ്, ഇതാണ്. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫേമിന്റെ എന്താണ്, മൈക്രോ ആണ്. അതേസമയം എന്താണ്, CPI, ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഓക്കെ, അല്ലെങ്കിൽ അതേപോലെ അവിടെ എന്താണ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അത് മാക്രോ ആണ്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്, ഇപ്പം റിലേറ്റ് ചെയ്യേണ്ട. ഒരു ഫേമിന്റെയും അതേസമയം GDPയും തമ്മിലുള്ള ഡിഫറൻസ്, GDP ആണ് മാക്രോ. സോ നിങ്ങളുടെ മുന്നിൽ ഇനി ഇപ്പൊ തെറ്റിയവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ഇതിന് ആൻസർ കണ്ടുപിടിക്കുക. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. കൺസെപ്റ്റ് സ്റ്റഡി ആൻഡ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാണ്, ABCD. ഞാനൊരു 10 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ, ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഓക്കെ, ക്ലിയർ. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിന്യൂ ആണ്, അതുകൊണ്ട് തന്നെ. സോ നമ്മള് പറഞ്ഞു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഒറിജിൻ ചെയ്ത കഥകളൊക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. സോ ഫാർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൈക്രോ മാക്രോ ഡിഫറൻസും ആ മാക്രോ മൈക്രോ വേരിയബിൾസ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. സോ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.